നമസ്കാരം. സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഏറെ ആശ്വാസകരമായ 5 പുതിയ ഉത്തരവുകളാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും പുറത്തു വന്നിരിക്കുന്നത്. മാസാവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസത്തിൻ്റെയൊക്കെ തുടക്കത്തിലോ വരാറുള്ള ഇത്തരം ഉത്തരവുകളൊക്കെ തന്നെ ഇത്തവണ വളരെ നേരത്തെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് കാണുക. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപായി തന്നെ പെൻഷൻ വിതരണ നടപടികൾ സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഇപ്പോൾ ഈ 5 സുപ്രധാന തീരുമാനങ്ങൾ ഉത്തരവ് പ്രകാരം എടുത്തിരിക്കുന്നത്. സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ മാത്രം ലഭ്യമായിട്ടുള്ള മറ്റു മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും ഇതുവരെ വരാത്ത വളരെ നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ ഗുണഭോക്താക്കളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതിലേറ്റവും ആദ്യത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഉത്തരവ് 2026 മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ അതാത് മാസങ്ങളിൽ തന്നെ വിതരണം ചെയ്യുന്നതിനുള്ള മുൻകൂർ അനുമതിയാണ്. മുൻകാലങ്ങളിൽ പലപ്പോഴും പെൻഷൻ കുടിശ്ശികയാകുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ ധനവകുപ്പ് 3 മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള അനുമതി ഒരൊറ്റ ഉത്തരവിലൂടെ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ നിന്നുള്ള പ്രപ്പോസലുകളൊക്കെ തന്നെ ലഭ്യമാകുന്ന മുറയ്ക്ക് സേവന സോഫ്റ്റ്വെയറിലെ ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ കണക്കുകൾ പരിശോധിച്ച് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് വിതരണ നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുന്നതായിരിക്കും. നിലവിലെ സർക്കാരിൻ്റെ കാലാവധി തീരുന്നതിന് മുൻപുള്ള അവസാന മന്ത്രിസഭാ യോഗങ്ങളിലെ തീരുമാനപ്രകാരമാണ് ഈ ദ്രുതഗതിയിലുള്ള നടപടി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാന ഉത്തരവ് അത് പെൻഷൻ മുടങ്ങിപ്പോയവർക്കുള്ള വലിയൊരു ആശ്വാസമാണ്. 2026 ജനുവരി മാസത്തിൽ വിവിധ കാരണങ്ങളാൽ പെൻഷൻ ലഭിക്കാതെ പോയ 16,746 ഗുണഭോക്താക്കൾക്കായിട്ട് കുടിശ്ശിക തുക അനുവദിച്ചുകൊണ്ട് പ്രത്യേക ഉത്തരവിറങ്ങിയിട്ടുണ്ട്. ഈ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് തടസ്സപ്പെട്ട 2,000 രൂപ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തുന്നതാണ്. ചിലർക്ക് ഇപ്പോൾ തന്നെ ഈ തുക ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം. അല്ലാത്തവർക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെയായിരിക്കും ഈ തുക കൂടി അധികമായിട്ട് വിതരണം ചെയ്യുക. അർഹമായ ഒരാൾ പോലും ആനുകൂല്യത്തിന് പുറത്താകരുത് എന്ന സർക്കാരിൻ്റെ കർശനമായിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ വിട്ടുപോയ ഇത്രയും പേർക്ക് ഈ തുക കൂടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പ് അത് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ്റെ വിതരണം സംബന്ധിച്ച അറിയിപ്പാണ്. ഏപ്രിൽ 9-ാം തീയതി സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലും ഈസ്റ്റർ വിഷുവൊക്കെ പ്രമാണിച്ചും ഏപ്രിൽ മാസത്തിലെ പെൻഷൻ അത് മാർച്ച് 31 മുതൽ വിതരണം ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. സാധാരണ മാസത്തെയൊക്കെ അപേക്ഷിച്ചുകൊണ്ട് ഏപ്രിൽ മാസത്തെ പെൻഷൻ വളരെ നേരത്തെ തന്നെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതായിരിക്കും. ഇതിനായിട്ട് ആവശ്യമായ തുക ഇതിനോടകം തന്നെ സർക്കാർ ഇപ്പോൾ മുൻകൂട്ടി അനുവദിച്ചിട്ടുണ്ട്. ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുൻപായി ജനങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ഈസ്റ്റർ വിഷുവൊക്കെ ആഘോഷിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഏപ്രിൽ മാസം ആദ്യ വാരത്തോടുകൂടി ഭൂരിഭാഗം ആളുകളുടെയും കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഈ പെൻഷൻ തുക എത്തിത്തുടങ്ങുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ഒരു അപ്ഡേറ്റ് നമ്മൾ നൽകിയിരുന്നു. കാരണം 2 മാസത്തെ പെൻഷനൊക്കെ നമുക്ക് ഈ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഒരുമിച്ച് ലഭിക്കുന്ന ആ ഒരു രീതിയെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഇത് സർക്കാരിൽ നിന്ന് കൃത്യമായിട്ടുള്ള ചില സൂചനകൾ നമുക്ക് ഔദ്യോഗികമായിട്ട് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്. എന്നാൽ മറ്റു ചില മാധ്യമങ്ങളൊക്കെ ഇതിനെ പാടെ അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുകയുണ്ടായി. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഉത്തരവ് കാണാൻ സാധിക്കും. ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റ് ചില മീഡിയ ഓൺലൈൻ ചാനലുകളൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ വാർത്തകളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണെന്നൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് തെറ്റാണ്. കൃത്യമായിട്ടുള്ള ഔദ്യോഗിക ഉത്തരവ് അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് ആദ്യം തന്നെ ഈ അറിയിപ്പ് എത്തിക്കുന്നത്. ഇനി നാലാമതായിട്ട് വിധവകൾക്കും അതോടൊപ്പം തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് നൽകി വരുന്ന പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാങ്കേതിക അറിയിപ്പാണ് വന്നിട്ടുള്ളത്. ഇവർ പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിനായിട്ട് എല്ലാ വർഷവും സമർപ്പിക്കേണ്ട പുനർവിവാഹം ചെയ്തിട്ടുള്ള എന്നുള്ള സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, അത് സമർപ്പിക്കാനുള്ള സമയപരിധി അതിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. മുൻപ് മാർച്ച് 31 വരെ ആയിരുന്ന ഈ സമയപരിധി ഇപ്പോൾ ജൂൺ 30 വരെ നീട്ടിക്കൊണ്ട് ഗവർണറുടെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. രേഖകൾ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കും അപേക്ഷ നൽകാനായിട്ട് വൈകുന്നവർക്കും ഇത് വലിയൊരു ആശ്വാസമാണ്. ജൂൺ മാസം വരെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സമയം ലഭിക്കുമെന്നതിനാൽ തന്നെ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ തടസ്സപ്പെടുകയില്ല. ഇനി അഞ്ചാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാനപ്പെട്ട ഉത്തരവെന്ന് പറയുന്നത് അത് സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ചാണ്. 10 ലക്ഷത്തോളം സ്ത്രീകൾക്ക് ഗുണകരമാകുന്ന ഈ പദ്ധതിയുടെ 2ാം ഘട്ട വിതരണത്തിന് ഇപ്പോൾ അനുമതിയായിട്ടുണ്ട്. ഫെബ്രുവരി മാസം വിതരണം ചെയ്ത ആദ്യഘട്ട തുക ലഭിക്കാത്തവർക്കും പുതുതായിട്ട് അപേക്ഷിച്ചവർക്കും മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ തുക ലഭിക്കുന്നതാണ്. അതായത് കുടിശ്ശിക അടക്കം പലർക്കും 4,000 രൂപ വരെ ഒരുമിച്ച് ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുൻപുള്ള എല്ലാ കുടിശ്ശികകളും തീർപ്പാക്കാനാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറപ്പെടുവിച്ച ഈ ഉത്തരവ് ലക്ഷ്യമിടുന്നത്. സോ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാലയളവിൽ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ഉത്തരവുകളാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്. എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ നിങ്ങൾ ഈ അപ്ഡേറ്റ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി
ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.